ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൾട്ടിപെറ്റലിൻ്റെ തന്നെ ബുഷി ടൈപ്പ്, ഹാങ്ങിങ് ടൈപ്പ്, മിനിയേച്ചർ അങ്ങനെയൊക്കെ പറയുന്ന വെറൈറ്റീസാണ് കേട്ടോ. എൻ്റെ കയ്യിലൊരു 6 വെറൈറ്റിയാണ് കേട്ടോ ഈ ടൈപ്പിൽ വരുന്നത്. ഇതേ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ബുഷി പിങ്ക് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. ഇതേ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ആ ഒരു പ്ലാന്റ്. നല്ല ചെറിയ ലീഫാണ്, തിക്കായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് നിൽക്കുന്നത്. എന്താ പറയുക, ഒരു കാട് പിടിച്ച പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അത്രയ്ക്കങ്ങ് ബുഷിയായിട്ട് ചട്ടിക്കകത്ത് തിങ്ങി നിറഞ്ഞാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഒരു ബൊക്ക പോലെയൊക്കെ നമുക്ക് തോന്നും ഇതിൻ്റെ എല്ലാ ഫ്ലവറും പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ. പിന്നെ പൂക്കളൊക്കെ മുകളിലേക്കാണ് കേട്ടോ. ഇത് കണ്ടില്ല, എന്ത് രസമല്ലേ അതിൻ്റെ ആ പെറ്റൽസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിനകത്തൊരു വൈറ്റ് അല്ലി പോലെ എപ്പോഴും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ബുഷി പിങ്ക് എന്ന് പറയുന്ന ടൈപ്പ്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ ഓർഡർ എടുക്കാത്ത എന്താണെന്ന് ചോദിക്കുന്നവരോട്, ഓർഡർ 2 ദിവസം മുന്നേ വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അവർക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 27, 28, 29 ഈ 3 ദിവസങ്ങളിൽ അയക്കും എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആരും ടെൻഷൻ ആവണ്ട. ഈ 3 ദിവസങ്ങളിൽ ഇതുവരെ പേയ്മെൻറ്റ് ചെയ്തവർക്ക്, അതായത് ഇന്ന് രാവിലെ വരെ പേയ്മെൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെ അയച്ചു വിടുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റുകളെല്ലാം ജിഫിയിൽ പിടിപ്പിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എവിടെ നിന്നും ആരും ചെയ്ത് വെച്ചിരിക്കുന്ന റൂട്ടഡ് പ്ലാന്റ്സ് എടുത്തുകൊണ്ട് വന്ന് സെയിൽ ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഡിലേ വരുന്നത്. പിന്നെ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇത് ബുഷി വയലറ്റ് ആണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ ചട്ടിക്കുള്ളിൽ തന്നെ ഇരുന്ന് ഫ്ലവർ ആവുന്നതാണ്. ഹാങ്ങിങ് ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്. ക്യാമറയിൽ ആ ഒരു കറക്റ്റ് കളർ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നല്ല വയലറ്റാണ് കേട്ടോ വന്നിട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കാറ്റലോഗിൽ ഇപ്പോൾ കുറച്ച് കളർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെറൈറ്റീസൊക്കെ ഷോർട്ടാണ്. ഇതുവരെ ഓർഡർ തന്നവരാരും വിഷമിക്കേണ്ട, കാരണം അവർക്ക് ഉള്ള പ്ലാൻസുകളെല്ലാം ഇവിടെ സെറ്റാണ്. പുതിയതായിട്ട് ഓർഡർ തരുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് കാറ്റലോഗിൽ കയറി ആഡ് ചെയ്തിടാം. പ്ലാൻസ് റെഡി ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇടാം കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ ബേബി പിങ്ക് ആണ്. ബേബി പിങ്ക് എന്താ പറയുക, നല്ല ഭംഗിയാണ്. ബേബി പിങ്കിൻ്റെ ഒരു അത്ഭുതം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെടിയിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് പൂക്കളാണ് കേട്ടോ. ദേ വൈറ്റായിട്ട് പിടിക്കും, ചെറിയ ബേബി പിങ്കായിട്ട് പിടിക്കും, ഡാർക്ക് പിങ്കായിട്ട് പിടിക്കും, അകത്തൊരു അല്ലി ഉള്ളതുപോലെ പിടിക്കും. അങ്ങനെ എനിക്കറിയില്ല, ഒരു 6 7 ഷെയ്ഡ്സ് ഉണ്ടാവും ഈ ബേബി പിങ്കിൻ്റെ ഒരു ചെടിയിൽ തന്നെ. നല്ല ബുഷിയായിട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. ഈ ഒരു ബേബി പിങ്ക് ഉണ്ടല്ലോ, ഞാൻ ഈ ഒരു ബേബി പിങ്ക് കണ്ടിട്ട് ഒരു 25 വർഷത്തോളമായി കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അത്രയും കാലം മുന്നേ തന്നെ ഈ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ഒരു നഴ്സറിയിൽ ചെടിയെടുക്കാൻ പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ അവർക്ക് ലോഡ് വന്ന കൂട്ടത്തിൽ അറിയാതെ എങ്ങോ ഒരു ചെടി, നല്ല തിക്കായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ചെടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അത് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത്രയും കാലമായിട്ട് നമ്മുടെ കയ്യിൽ ഇത് മിസ്സാവാതെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗിൽ കയറി ആഡ് ചെയ്ത് ഇടാം. ആഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാനൊരു ഇനി അടുത്ത ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അതിന് റിപ്ലൈ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇത്രയും മുന്നേ തന്നെ പേയ്മെൻറ്റ് ചെയ്താലും ഇനി ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുക. ഇതുവരെയുള്ള ഓർഡറുകളെല്ലാം അയച്ചു തീർത്തിട്ടായിരിക്കും അടുത്തത് നമ്മൾ അയക്കുന്നത്. അന്നേരം ഇത്രയും മുന്നേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഇടണ്ട. 1 വീക്കും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അന്നേരം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പർപ്പിളാണ് കേട്ടോ. ഡാർക്ക് പർപ്പിളാണ്, ഒരു ഗ്രേപ്പിൻ്റെ കളറാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പൂക്കളുടെ വെയിറ്റ് കാരണമാണെന്ന് തോന്നുന്നു ഇത് ഹാങ്ങിങ് ആയിപ്പോയത്. അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും വലിപ്പമുള്ള ഫ്ലവേഴ്സാണ്. എന്ത് രസമാണെന്ന് എനിക്ക് അറിയില്ല, പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. ഇതിൻ്റെ ലീഫ് വന്നിട്ടുണ്ടല്ലോ, നല്ല ഡാർക്ക് കളറാണ്. ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഒരുപാട് ഡാർക്കാണ്. ഇതിൻ്റെ ഫ്ലവറിനും അതെ, ലീഫിനും അതെ. ഇതേ കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറയുക, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കാറ്റലോഗിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടേക്കുവാണ് കേട്ടോ. പിന്നെ കട്ടിങ്സ് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് മെസ്സേജസ് കട്ടിങ് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. തൽക്കാലം നമ്മളിപ്പോൾ കട്ടിങ്സ് കൊടുക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പ്ലാൻസിൻ്റെ ഓർഡർ ഒരുപാടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ. എങ്ങനെയായാലും ഒരു ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടിയേ കട്ടിങ്സ് കൊടുക്കുള്ളൂ കേട്ടോ.
ഇത് ഞാനൊരു പ്ലാന്റിൻ്റെ നേച്ചർ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ. അത് ഇതുപോലെ ചട്ടിക്കകത്തായിരിക്കും കേട്ടോ പ്ലാന്റ്സ് ഇരിക്കുന്നത്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പ്ലാന്റുകളൊന്ന് എടുത്ത് വെച്ചത്. പിന്നെ വന്നിട്ട് നമുക്കിപ്പോൾ ഹാങ്ങിങ് ടൈപ്പിൽ വരുന്നത് ബുഷി പിങ്ക്, ബുഷി വയലറ്റ്, ബേബി പിങ്ക്, പിന്നെ വന്നിട്ടൊരു ഓറഞ്ച്, പിന്നെ നമ്മുടെ ആ പർപ്പിള്, പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു പ്ലാന്റ്സ് ഒരു പീച്ചാണ്. അത് നമുക്ക് ഈ അടുത്ത സമയത്താണ് കേട്ടോ കിട്ടിയത്. അതിൻ്റെ പ്ലാന്റ് ഞാൻ കാണിക്കാം. ഇത് ഓറഞ്ചാണ് കേട്ടോ. അതിൻ്റെ പ്ലാന്റ് ഞാൻ കാണിക്കാം. ചെറിയ പ്ലാന്റാണ് നമുക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് ഓണത്തിന് ഒരു ഗിവ് അവേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെറ്റൂണിയ, പിന്നെ ഈ മൾട്ടിപ്പറ്റബോൾസും ഹാങ്ങിമിങ്ക്, ഇത്രയാണ് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അത് നോക്കിയിട്ട് ഗിവ് അവേക്കുള്ള പ്ലാൻസുകൾ റെഡിയാക്കാം. ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് റിപ്ലൈ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 3 സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഓക്കെ, താങ്ക് യു.